Hi, welcome to the new tutorial. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് യൂണിറ്റ് സർക്കിൾ ട്രിഗണോമെട്രി എന്നാണ്. ഇത് ട്രിഗണോമെട്രി ഫംഗ്ഷനിലുള്ള നാലാമത്തെ പാർട്ടാണ്. 3 പാർട്ട് ഞാൻ കവർ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും അത് കാണണം. കാരണം ഈ പാർട്ട് ഈസി ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും അത് കണ്ടാൽ. ഓക്കെ, അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് 30, 45, 60 ഡിഗ്രിയുടെ അക്യൂട്ട് ആംഗിൾസിൻ്റെ ട്രിഗണോമെട്രിക് റേഷ്യോ എങ്ങനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വെച്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അവിടെ ഞാൻ വിട്ടുപോയ 2 ആംഗിൾസ് ഉണ്ടായിരുന്നു, 0-90 ഡിഗ്രി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഞാൻ ഈ പാർട്ടിൽ പറയും. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഇനിയുള്ള എല്ലാ പോർഷൻസിലും നമ്മൾ ആംഗിൾസ് ഡിഗ്രിക്ക് പകരം റേഡിയൻസിലാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് എഴുതാനും. ഒക്കെ വലിയ ആംഗിളൊക്കെ നമുക്ക് വളരെ ചെറിയ റേഡിയൻ മെഷർമെന്റിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഡിഗ്രിക്ക് പകരം റേഡിയൻ. നമുക്ക് അറിയാം എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രി ഇസ് ഈക്വൽ ടു പൈ ബൈ 190 ഇൻറ്റു എക്സ് റേഡിയൻ. ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിഗ്രി ആൻഡ് റേഡിയൻ എന്നുള്ള പോർഷനിൽ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് 0-90 ഡിഗ്രിയുടെ റേഷ്യോ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗ്രേറ്റർ ദാൻ 90 ഉള്ള ആംഗിളിലേക്ക് പോകും. ആദ്യമായിട്ട് 0-90 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഒരു കോർഡിനേറ്റ്സ് പ്ലെയിനിൽ ഒരു യൂണിറ്റ് സർക്കിളാണ് ഞാൻ വരക്കുന്നത്. ഒരു കോർഡിനേറ്റ് പ്ലെയിൻ ആണ്. ഇവിടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉണ്ട്, 2 കോർഡിനേറ്റ് ആക്സിസ് ഉണ്ട്. സെന്റർ ഒറിജിൻ ആയിട്ട് ഒരു യൂണിറ്റ് റേഡിയസ്, അതായത് 1 യൂണിറ്റ് റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിളാണ് ഞാൻ വരക്കുന്നത്. അപ്പം ഈ സർക്കിള് ഓക്കെ, ഓക്കെ. അപ്പൊ ഈ സർക്കിളിനെ വെച്ചിട്ടാണ് ഞാൻ 0-90 അതുപോലെ തന്നെ 90ക്ക് മുകളിലുള്ള ആംഗിളിന്റെ ഒക്കെ ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഈ സർക്കിളിന്റെ കോർഡിനേറ്റ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന കോർഡിനേറ്റ്സ് ഒന്ന് എഴുതാം. അപ്പം ഇത് 1 യൂണിറ്റ് സർക്കിൾ ആണല്ലോ. അപ്പം ഇതും 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും, ഇതും 1 ആയിരിക്കും. കാരണം സെന്റർ ടു സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. അപ്പം 1 യൂണിറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ 1 ആയിരിക്കും. ഓക്കെ, അപ്പം ഈ കോർഡിനേറ്റ്സ് നമുക്ക് എങ്ങനെ മാർക്ക് ചെയ്യാം? 1, 0 ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് 1, 0 ആയിരിക്കും. സിമിലർലി പോസിറ്റീവ് വൈ ആക്സിസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എത്രയായിരിക്കും? 0, 1 ആയിരിക്കും. സിമിലർലി ഇത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പം ഇതിനെ നമുക്ക് -1, 0 എന്ന് മാർക്ക് ചെയ്യാം ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ ഈ പോയിന്റ് എന്താണ്? 0. ഇത് നെഗറ്റീവ് വൈ ആക്സിസിലാണ്. അപ്പം 0, -1. അപ്പം ഇങ്ങനെ നമുക്ക് 4 പോയിന്റ്സ് കിട്ടി. ഇവിടെയാണ് ഈ സർക്കിൾ കോർഡിനേറ്റ് ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്, ഈ 4 പോയിന്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ആംഗിൾ മെഷർമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ സൈഡാണ് എപ്പോഴും ഇനീഷ്യൽ സൈഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഇനീഷ്യൽ സൈഡ് ആണ് നമ്മൾ എല്ലാ ആംഗിളും മെഷർ ചെയ്യുന്നത്. അത് ആന്റി ക്ലോക്ക് വൈസ് ആയിക്കോട്ടെ ക്ലോക്ക് വൈസ് ആയിക്കോട്ടെ, ഈ സൈഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ഇനീഷ്യൽ സൈഡ് ആയിട്ട് എപ്പോഴും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ആംഗിളും നമ്മൾ ഈ സൈഡ് വെച്ച് തുടങ്ങണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു റേ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ സൈഡ് ടു ടെർമിനൽ സൈഡ് ആണ്. അപ്പം അതിന്റെ 2ന്റെയും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ആന്റി ക്ലോക്ക് വൈസിൽ ഈ റൊട്ടേറ്റ് ചെയ്ത് ഇത്രയും ആംഗിൾ കവർ ചെയ്തു, അതായത് ഇത്രയും ആംഗിൾ കവർ ചെയ്തു. ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ് റേഡിയൻ എന്ന് പറയുന്ന ആംഗിൾ കവർ ചെയ്തു. എക്സ് റേഡിയൻ എന്ന് പറയുന്ന ആംഗിൾ കവർ ചെയ്തു. നമുക്കറിയാം അപ്പോൾ കവർ ചെയ്യുന്ന ആർക്ക് ലെങ്ത് എത്രയായിരിക്കും? ഈ സർക്കിളിന്റെ റേഡിയസ് യൂണിറ്റ് ആണ്, യൂണിറ്റ് റേഡിയസ് ആണ്, അതായത് 1 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്കറിയാം ആർക്ക് ലെങ്ത് L is equal to
ആർ തീറ്റ ഇൻ റേഡിയൻ എന്ന് പറയുന്ന ഇക്വേഷനിൽ ആർ 1 ആകുമ്പോൾ എന്താവും ആർക്ക് ലെങ്ത് ഈക്വൽ ടു when r equal to 1 l is equal to റേഡിയൻ. അതായത് എക്സ് റേഡിയൻ കവർ ചെയ്യുമ്പോൾ ഇവിടെ എത്ര ആർക്ക് ലെങ്ത് കവർ ചെയ്യണം? എക്സ് യൂണിറ്റ് ആർക്ക് ലെങ്ത് കവർ ചെയ്യുമ്പോൾ ഇവിടെ ആംഗിൾ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എത്ര? എക്സ് റേഡിയൻ. ഓക്കെ, അപ്പം അപ്പൊ നമ്മൾ കഴിഞ്ഞ അക്യൂട്ട് ആംഗിൾസിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോ ആണ് നമ്മൾ റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ഫോം ചെയ്തിരുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ആയിരുന്നു എക്സ് ഡിഗ്രി എക്സ് റേഡിയൻ ഓർ എക്സ് ഡിഗ്രി മാർക്ക് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യാം. എങ്ങനെയാണ്? നമ്മൾ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന ഈ ഒരു ട്രയാംഗിൾ ഉണ്ടല്ലോ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസിഡർ ചെയ്ത അതേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് ഇവിടെയും ഫോം ചെയ്യാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സ് ഡിഗ്രിയുടെ കറസ്പോണ്ടിങ് ട്രിഗണോമെട്രിക് റേഷ്യോസ് എഴുതാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ഈ പോയിന്റ് എ എന്നാക്കി എടുത്തു, ഈ പോയിന്റ് ബി എന്നാക്കി. ഇപ്പം റൈറ്റ് ആംഗിളിന്റെ ട്രയാംഗിൾ ഒ എ ബി ഉണ്ട്. അതിൽ നമുക്ക് ഈ എക്സ് ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ലെറ്റ് എ എന്നുള്ള പോയിന്റ്സിന്റെ കോർഡിനേറ്റ് എ ബി എന്നെടുത്താൽ എ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് ഓഫ് പോയിന്റ് എ. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എ. ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ബി വൈ കോർഡിനേറ്റ് ആണ്, അത് എക്സ് ആക്സിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി ഇത് എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ്. അപ്പം ഇത് 1 ആണ്. ഇനി നമുക്ക് ഈ റേഷ്യോസിന്റെ ട്രിഗണോമെട്രിക് ഈ ആംഗിളിന്റെ ട്രിഗണോമെട്രിക് റേഷ്യോ എഴുതാം. എന്താണ്? സൈൻ എക്സ്. എക്സ് റേഡിയൻ എന്ന് എഴുതുന്നതിന് പകരം എക്സ് എന്ന് എഴുതിയാൽ നിങ്ങൾ എല്ലാം റേഡിയൻ ആണെന്ന് സങ്കല്പിക്കണം. ഡിഗ്രി അല്ല ഇവിടെ പറയുന്നത്, എല്ലാം റേഡിയൻസിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സൈൻ എക്സ് എന്താണ്? ഈ ട്രയാംഗിളിൽ നിന്ന് സൈൻ എക്സ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? ബി. അതായത് y കോർഡിനേറ്റ് ഓഫ് എ ആണ് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് എടുക്കുന്നത്. എന്താണ് ഹൈപ്പോട്ടന്യൂസ്? 1 യൂണിറ്റ് ആണ്, കാരണം റേഡിയസ് 1 ആണ്. അപ്പം b/1 ദാറ്റ് ഈസ് ഈക്വൽ ടു b. ഓക്കെ, ഇതേപോലെ തന്നെ cos x നമുക്ക് ഡിഫൈൻ ചെയ്യാം. cos x എന്താണ്? cos x ഈസ് ഈക്വൽ ടു ഈ ലെങ്ത്, അതായത് അഡ്ജസന്റ് സൈഡിന്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. a/1 ഈക്വൽ ടു a. അപ്പൊ നമുക്ക് ഈ ട്രയാംഗിളില് യൂണിറ്റ് സർക്കിളില് വരച്ചിരിക്കുന്ന ഇക്വലാറ്ററൽ ട്രയാംഗിളിന് sin x ഈക്വൽ ടു b cos x ഈക്വൽ ടു a എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഇത് ജനറൽ ആംഗിളിന്റെ കേസ് ആണ്. നമുക്ക് ഈ പർട്ടിക്കുലർ ആംഗിളിൽ, അതായത് 0 ഡിഗ്രിയിൽ എന്താണ് sin x, എന്താണ് 90 ഡിഗ്രിയിൽ sin x, 0 ഡിഗ്രിയിൽ cos x എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇവിടെ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. ആദ്യമായിട്ട് 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഇനീഷ്യൽ സൈഡിൽ നിന്ന് റേ ഈ ലൈന് കറക്റ്റ് ഈ ലൈനുമേൽ കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് 0 ഡിഗ്രി ഉണ്ടാകുന്നത്. അതായത് ഇത് ഇനീഷ്യലി റൊട്ടേറ്റ് ചെയ്തിട്ടാണല്ലോ ഇത്ര എത്തിയത്. അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന പകരം എക്സാക്ട്ലി ഈ ലൈനുമായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോഴാണ് 0 ഡിഗ്രി ഉണ്ടാകുന്നത്. അപ്പം അതെങ്ങനെ വരും നോക്കാം. സപ്പോസ് ഈ റേ തിരിച്ച് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സപ്പോസ് ഈ റേ ഇവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ലെങ്ത്, അതായത് ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എ എന്ന് പറയുന്നത് കൂടി വരികയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് നോക്കൂ, നേരത്തെ ഇത്ര ഉണ്ടായിരുന്ന ബി ഇപ്പം ഇത്രയായി, ചുരുങ്ങി പോയാണ്. അപ്പം ബി എന്ന് പറയുന്നത് ചുരുങ്ങി വന്നു. അപ്പം എത്ര എത്തി? അവസാനം ബി എന്ന് പറയുന്നത് 0 ആവും. പക്ഷെ എ എന്ന് പറയുന്നത് കൂടി എത്രയാവും? 1ലേക്ക് എത്തും റേഡിയസ്. അതാണ് 0 ഡിഗ്രിയിലേക്ക് ഈ റൊട്ടേഷൻ ആവുമ്പോൾ എന്താവും?
എ എന്ന് പറയുന്നത് റേഡിയസിനും ബി എന്ന് പറയുന്നത് അതായത് ഓപ്പോസിറ്റ് സൈഡ് കുറഞ്ഞു 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 കുറഞ്ഞ് സീറോയിലും എത്തും. അഡ്ജസന്റ് സൈഡ് ഇൻക്രീസ് ചെയ്ത് എന്തായിരിക്കും 1ലും എത്തും. അപ്പം ഇവിടെ എന്താണ് ഹൈപ്പോട്ടന്യൂസ് എല്ലാ പോയിന്റിലും കോൺസ്റ്റന്റ് ആണ്. ഏതൊരു പോയിന്റ് എടുത്താലും ഹൈപ്പോട്ടന്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം ഇത് കോൺസ്റ്റന്റ് ആണ്. എയും ബിയുമാണ് മാറുന്നത്. അപ്പം സൈൻ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ സൈൻ 0 ബി എന്താവുന്നുണ്ട് 0 ആവുന്നുണ്ട്. അപ്പം സൈൻ 0 = 0 എന്ന് കിട്ടും. അതേപോലെ തന്നെ കോസ് എക്സിന് എക്സ് 0 ആകുമ്പോൾ എക്സ് റൊട്ടേറ്റ് ചെയ്ത് 0 എത്തുമ്പോൾ എ = 1 ആവുന്നുണ്ട്. അപ്പം എക്ക് പകരം എന്ത് കൊടുക്കാം 1 കൊടുക്കാം. അപ്പം കോസ് 0 എന്ത് കിട്ടും 1. അപ്പൊ ഇങ്ങനെയാണ് 0 ഡിഗ്രിയുടെ ട്രിഗണോമെട്രിക് റേഷ്യോ എഴുതുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ടാൻ എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ടാൻ എക്സ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ. ടാൻ എക്സിന് വേറെ ഒരു ഡെഫിനിഷനും കൂടിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ മുകളിലും താഴെ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ adjacent side divided by hypotenuse എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ രണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹൈപ്പോട്ടന്യൂസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? സൈൻ എക്സ് ആണ്. അതേപോലെ തന്നെ ഈ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്താണ്? കോസ് എക്സ് ആണ്. അപ്പൊ ടാൻ എക്സിന് ഇങ്ങനെ ഒരു ഫോർമുലയും കൂടി നമുക്ക് കിട്ടും. ടാൻ എക്സ് = സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്നുള്ള ഫോർമുല കിട്ടും. അപ്പം ഇവിടെ നമുക്ക് ടാൻ 0 കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? ടാൻ 0 = സൈൻ 0 ബൈ കോസ് 0 ആണ്. സൈൻ 0 ബൈ കോസ് 0. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അപ്പം that is equal to 0. അപ്പം സൈൻ 0 ടാൻ 0യുടെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പം ഈ മൂന്ന് റേഷ്യോസും കിട്ടിയാൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കൊസീക് എക്സിന്റെയും സീക് എക്സിന്റെയും കോട്ട് എക്സിന്റെയും ഒക്കെ 0 ഡിഗ്രിയിലുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 90 ഡിഗ്രിയിലുള്ള അതായത് π/2 നോക്കാം. ഓക്കെ, അപ്പം സൈൻ π/2 എന്താണെന്ന് നോക്കാം. π/2 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ഒരു 1/4 ഓഫ് സർക്കിൾ കവർ ചെയ്യുമ്പോഴാണ് π/2 എന്നുള്ള ആംഗിൾ ഉണ്ടാക്കുന്നത്. 1/4, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സർക്കിള് ടോട്ടൽ ഫുൾ റെവല്യൂഷനിൽ കവർ ചെയ്യുന്ന ആംഗിൾ എത്രയാണ് റേഡിയനിൽ? എന്റെ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് 2π റേഡിയൻ ആണ്. 2π റേഡിയൻ. അപ്പം ഒരു ക്വാർട്ടർ കവർ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2π/4 ദാറ്റ് ഈസ് ഈക്വൽ ടു π/2. അപ്പം ഒരു ക്വാർട്ടർ കവർ ചെയ്യുമ്പോൾ π/2 ആണ്. ഈ π/2ലുള്ള സൈൻ π/2 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബി വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ എ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പം ഇവിടെ എത്തുമ്പോൾ എന്താണ്? ബി ഇത്രയായി കേട്ടോ. എ എന്താണ്? പിന്നെയും കുറഞ്ഞു. എ കുറയുന്നു, ബി കൂടുന്നു. അപ്പം ബി അവസാനം ഈ പോയിന്റിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ബി എത്രയാവുന്നു? സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആവുന്നു. അത് 1 യൂണിറ്റ് ആണ്, 1 ആവുന്നു. അപ്പൊ സൈൻ π/2 എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ബി എന്തിന് ഈക്വൽ ആവുന്നു? ഹൈപ്പോട്ടന്യൂസിന് റേഡിയസിന് ഈക്വൽ ആവുന്നു. അപ്പൊ അത് രണ്ടും 1 ആണ്. അപ്പൊ 1/1 that is equal to 1. ഇതേപോലെ തന്നെ cos π/2 എന്താണ്? cos π/2 അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പം ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ എ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 0 ആവുന്നു. അപ്പം എ 0 ആവുമ്പോൾ എന്താവും? cos π/2 എന്താവും? 0 ആവും. ഓക്കെ, കാരണം എയുടെ വാല്യൂ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് 0യിലേക്ക് എത്തുന്നു അവസാനം. അപ്പം ഇങ്ങനെയാണ്
സൈൻ പൈ ബൈ ടുവിന്റെയും കോസ് പൈ ബൈ ടുവിന്റെയും കണ്ടുപിടിക്കുന്നത്. ഇനി ടാൻ പൈ ബൈ ടു നമുക്ക് നോക്കാം. ടാൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ സൈൻ പൈ ബൈ ടു ബൈ കോസ് പൈ ബൈ ടു ആണ്. ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പം സൈൻ പൈ ബൈ ടു 1 ആണ്, ഡിവൈഡ് ബൈ കോസ് പൈ ബൈ ടു എത്രയാണ്? 0 ആണ്. അപ്പം 1/0 നമുക്ക് മെഷറബിൾ അല്ല. സോ ടാൻ പൈ ബൈ ടു ഈസ് നോട്ട് ഡിഫൈൻഡ്. ടാൻ പൈ ബൈ ടു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ കൊസീക്ക് പൈ ബൈ ടു കിട്ടും. അതേപോലെ തന്നെ സീക്ക് പൈ ബൈ ടു നമുക്ക് നോക്കാം. സീക്ക് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 1 കോസ് പൈ ബൈ ടു ആണ്. അപ്പം 1 കോസ് പൈ ബൈ ടു എന്താണ്? 0 ആണ്. ഓക്കെ, ദിസ് ഈസ് നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് ആണ്. സീക്ക് എന്ന് പറഞ്ഞാൽ കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പം ഡിനോമിനേറ്റർ 0 വരുന്ന റേഷ്യോസ് ഒന്നും ഡിഫൈൻഡ് അല്ല. അതുകൊണ്ടാണ് സീക്ക് പൈ ബൈ ടു നോട്ട് ഡിഫൈൻഡ്. വി കനോട്ട് ഫൈൻഡ് ഇറ്റ്. അപ്പം ഇപ്പൊ 90 വരെയുള്ള എല്ലാ സ്റ്റാൻഡേർഡ് ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 19 അതായത് ഒബ്റ്റ്യൂസ് ആംഗിളിലേക്ക് പോവുകയാണ്. അതായത് ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര ആംഗിൾ ഉണ്ടാകുന്നുണ്ട്? 2π റേഡിയൻ. അപ്പൊ 90ൽ കൂടുതലും ആംഗിൾ ഉണ്ടാക്കും. അപ്പം ആ ആംഗിൾസിലൊക്കെ എങ്ങനെയാണ് സൈനും കോസും എന്നൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം അടുത്തത്. അപ്പം ഇത് എല്ലാവരും ഈ യൂണിറ്റ് സർക്കിള് മൈൻഡിൽ കീപ്പ് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ്, അതായത് അതിനു മുമ്പേ വേറെ ഒരു കാര്യം, ഈ സർക്കിള് ഇപ്പം നമുക്കറിയാം 4 ക്വാഡ്രന്റ് ആയിട്ടാണ് ഈ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, ഇത് തേർഡ് ക്വാഡ്രന്റ് ആണ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഇങ്ങനെ നമുക്ക് കോർഡിനേറ്റ്സ് ജോമെട്രി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ എ കോർഡിനേറ്റ്സിന്റെ വാല്യൂ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് എ കോർഡിനേറ്റ്സ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ബിയുടെ വാല്യൂ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ എ എന്താവുന്നു? നെഗറ്റീവ് ആവുന്നു. ബി എന്താവുന്നു? പോസിറ്റീവ് ആവുന്നു. എ ലെസ് ദാൻ 0, ബി ഗ്രേറ്റർ ദാൻ 0 ആണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ ഉണ്ടാവുന്നത്. തേർഡ് ക്വാഡ്രന്റിൽ നോക്കിയാൽ എയും നെഗറ്റീവിലേക്കാണ് മെഷർ ചെയ്യുന്നത്, ബിയും എന്താണ്? നെഗറ്റീവിലേക്കാണ്. അപ്പം എ ലെസ് ദാൻ 0 ആണ്, ബി ലെസ് ദാൻ 0 ആണ്. ഓക്കെ, ഫോർത്ത് ക്വാഡ്രന്റിൽ നോക്കുമ്പോൾ എ ഗ്രേറ്റർ ദാൻ 0 ആണ്, ബി ലെസ് ദാൻ 0 ആണ്. അപ്പം ഇങ്ങനെ സൈൻസ്, അതായത് കോർഡിനേറ്റ്സിന്റെ സൈൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ 4 ക്വാഡ്രന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതേപോലെ തന്നെ ആംഗിൾസിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രിഗണോമെട്രി നമ്മൾ കൂടുതലായിട്ട് ആംഗിൾസ് ആണ് പഠിക്കുന്നത്. അപ്പം ആംഗിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്തായിരിക്കുന്നു? ആംഗിൾ 0 to π/2. 0 to π/2 വരെ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ π/2 to π സെക്കൻഡ് ക്വാഡ്രന്റ് ആണ് എടുക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ തേർഡ് ക്വാഡ്രന്റ് π/2 to 3π/2 ആണ്. കാരണം ഇവിടെ എത്തുമ്പോൾ പൈ ആവുന്നു, വീണ്ടും π/2 കൂടിയാണ് 3π/2 എത്തുന്നത്. അപ്പം ഇത് മൂന്നാമത്തെ ക്വാഡ്രന്റിൽ വരും ഈ ആംഗിൾ. നാലാമത്തെ ക്വാഡ്രന്റ് എവിടെയാണ് നമ്മൾ എൻഡ് ചെയ്തത്? 3π/2 to 2π. അതായത് ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യും 4 ക്വാഡ്രന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പം 3π/2 2π റേഞ്ചിലാണ് നാലാമത്തെ ക്വാഡ്രന്റ് വരുന്നത്. ഇതാണ് ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വാഡ്രന്റ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ കോർഡിനേറ്റ്സ് വെച്ച് നോക്കുമ്പോൾ എ ബി സൈൻ ചേഞ്ച് ചെയ്യാണ് ക്വാഡ്രന്റ് മാറുമ്പോൾ. അതുപോലെ തന്നെ ആംഗിളും മാറി മാറി വരികയാണ്. ഈ 2 ക്ലാസിഫിക്കേഷനും ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ക്വാഡ്രന്റ്, അതായത് ഈ ആംഗിൾസ്, അതായത് 0 π/2 π 3π/2 2π, അതായത് π/2യുടെ മൾട്ടിപ്പിൾ ആയിട്ട് പോകുന്ന ആംഗിൾസ്, അതായത് ഇത് 0 π/2 ആണ്, ഇത് 1 π/2 ആണ്, ഇത് 2 π/2 ആണ്, ഇത് എത്രയാണ്? 3π/2 4π/2. അങ്ങനെ π/2യുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് പോകുന്ന ആംഗിൾസ്, അതായത് അതിനെ നമ്മൾ എന്ത് പറയും? ക്വാഡ്രന്റ്
ക്വാഡ്രന്റ് ആംഗിൾസ് എന്ന് പറയും. ക്വാഡ്രന്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ആംഗിൾസ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് π/2. അതായത് n ന് ഏതൊക്കെ വാല്യൂ എടുക്കാം? n 0 1 2 3 അങ്ങനെ പോകാം. അതേപോലെ തന്നെ n ന് -1 2 n ഇന്റിജർ ആണ്. n belongs to integer. അതായത് ഇന്റിജർ വാല്യൂ ഉള്ള ഏത് വാല്യൂസും n നെ എടുക്കാൻ പറ്റും. -1 എടുക്കാം, 0 എടുക്കാം, 1 എടുക്കാം. ആ ആംഗിൾസിന്റെ ഒക്കെ π/2 മൾട്ടിപ്പിൾ നമ്മൾ ക്വാഡ്രന്റ് ആംഗിൾസ് എന്ന് പറയും. അപ്പം ഇത്രയുമാണ് 0 to 2π വരുന്ന ക്വാഡ്രന്റ് ആംഗിൾസ് ആണ് ഇത്. ഇതിനുള്ള സൈന് കോസ് ടാൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം അപ്പം 0-യും π/2-യും ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്ന ക്വാഡ്രന്റ് ആംഗിൾസ് ഏതൊക്കെയാണ്? π, 3π/2, 2π. ഇത് മൂന്നുമാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം π എന്ന് പറയുന്ന ആംഗിൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പൊ ഞാൻ ആംഗിൾ ഈ x എന്ന് പറയുന്നത് ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ മാർക്ക് ചെയ്യുകയാണ്. അപ്പം കൂടുതൽ എളുപ്പമായിരിക്കും. അപ്പൊ ഞാനൊരു സെയിം യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഇത് ഇനീഷ്യൽ സൈഡ് ആണ്. അതായത് ആംഗിൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഇവിടെ എന്നാണ്. ഞാൻ സെക്കൻഡ് ക്വാഡ്രന്റിൽ ഒരു x എന്ന് പറയുന്ന ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, അപ്പം ഈ പോയിന്റ് എ തന്നെ എടുക്കാം. ഇതിന്റെ കോർഡിനേറ്റ്സ് എ ബി എന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഇത് ബി ആയിരിക്കും. അതേപോലെ തന്നെ ഇത് എ ആയിരിക്കും. ഓക്കെ, ഇത് എത്രയാണ്? 0 1 ആണ്. കാരണം ഈ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 1 ആയതുകൊണ്ട്. ഇത് 1 ആയതുകൊണ്ട് ഇത് 0 1 ആണ്. ഇത് എത്രയാണ്? -1 0 ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് π എന്ന് പറയുന്ന ആംഗിൾ എവിടെയാണ് വരിക? ഒരു ഹാഫ് റെവല്യൂഷൻ കഴിഞ്ഞാലാണ് എത്ര വരുന്നത്? π റേഡിയൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലുള്ള സൈനിൻ കോസ് ടാനിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നേരത്തെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ റേഡിയസിനെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അതായത് പൈയിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ ബി എന്ന് പറയുന്ന വാല്യൂ കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ എ എന്താണ് ചെയ്യുന്നത്? എ ഇൻക്രീസ് ചെയ്ത് അവസാനം എവിടെ എത്തും? -1. എ ടെൻസ് ടു -1ഉം ബി ടെൻസ് ടു 0 ആണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെയും cos x എന്താണ്? cos x ഈക്വൽ ടു എയും sin x ഈക്വൽ ടു ബിയുമാണ്. കാരണം എന്താണ്? നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ എക്സ് റേഡിയൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യണം. ഏത് ക്വാഡ്രന്റിലായിക്കോട്ടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ ഈ പോയിന്റിൽ നിന്ന്, അതായത് എവിടെയാണോ ആംഗിൾ എൻഡ് ചെയ്യുന്നത് ആ പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്കാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്നത്. ഒരിക്കലും y ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യരുത്. എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് അവിടെ എന്ത് ചെയ്യണം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്യണം. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് അഡ്ജസന്റ് സൈഡും ഓപ്പോസിറ്റ് സൈഡും വെച്ചിട്ടാണ് ഏതൊരു ആംഗിൾ മെഷർ ചെയ്യുന്നത് എവിടുന്നാണ്? പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിന്റെ ടെർമിനൽ സൈഡിൽ എൻഡ് ചെയ്ത് അവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്ത് അവിടെയാണ് നമ്മൾ എയും ബിയും മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇവിടെ. അപ്പം എ ടെൻസ് ടു ഇവിടെ ഈ ട്രയാങ്കിളിലും എന്താണ്? cos x ഈക്വൽ ടു എന്താണെന്ന് നമുക്കറിയാം? a/1 ദാറ്റ് ഈസ് ഈക്വൽ ടു a. അതേപോലെ തന്നെ sin x ഈക്വൽ ടു എന്താണ്? b/1 ദാറ്റ് ഈസ് ഈക്വൽ ടു b. അപ്പം ഇനി cos π എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആംഗിൾ പൈയിലേക്ക് പോകുമ്പോൾ a എന്താവുന്നു? -1 ആവുന്നു. ഓക്കെ, a -1 ആവുന്നു.
അപ്പം എന്തായി cos പൈ ഈക്വൽ ടു -1. അതേപോലെ തന്നെ sin പൈ ഈക്വൽ ടു എന്ത് വരും ബി എന്താവുന്നു 0ലേക്ക് പോകുന്നു. പൈയിലേക്ക് പോകുമ്പോൾ നോക്കിക്കേ ഇവിടെ 0ലേക്ക് പോവുകയാണ് ബി എന്നുള്ള വാല്യൂ. കാരണം ഇത് കുറഞ്ഞ് എന്താവും ഈ ബി എന്നുള്ള വാല്യൂ കുറഞ്ഞ് 0ലേക്ക് വരും. അതേപോലെ തന്നെ ഹൈപ്പോട്ടന്യൂസ് കോൺസ്റ്റന്റ് ആണ്. ഇത് 1 എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പം ബി വാല്യൂവിനെയാണ് ഈ sin x ന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ബി 0യിലേക്കാകുമ്പോൾ sin x എന്താവണം 0 ആണ്. അപ്പൊ sin പൈ എന്താവും 0 കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് tan പൈ നമുക്ക് കണ്ടുപിടിക്കാം. tan പൈ എത്രയാണ് sin പൈ ബൈ cos പൈ, അതായത് 0/-1 that is equal to 0. അപ്പം ഈ പൈയിലുള്ള 3 റേഷ്യോ കിട്ടി. ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് സീക്ക് പൈ കിട്ടും, കൊസീക്ക് പൈ കിട്ടും, അതേപോലെ തന്നെ കോട്ട് പൈ ഒക്കെ കിട്ടും. ഓക്കെ, ഇവിടെ കൊസീക്ക് പൈ വരും എന്താണ് 1/0 ആണ്. അത് എന്താണ് നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, കാരണം sin പൈയുടെ വാല്യൂ 0 ആയതുകൊണ്ട് കൊസീക്ക് പൈ 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് 3π/2 എന്ന് പറയുന്ന ക്വാഡ്രന്റ് ആംഗിളിൽ പോകാം. അതേപോലെ തന്നെ ഇവിടെ വേറെ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്, ഓക്കെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആദ്യമേ തന്നെ 3π/2ലേക്ക് നമുക്ക് നോക്കാം. 3π/2 നമുക്ക് ഇതേപോലെ തന്നെ പറയാം. 3π/2 മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഗ്രേറ്റർ ദാൻ പൈ ഉള്ള ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. അതായത് ഇവിടെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഇത് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ഇതിൽ നിന്ന് എങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം, ഇവിടത്തേക്ക് പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം ഈ പോയിന്റ് നമുക്ക് എ ആയിട്ട് എടുക്കാം. എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസ് എയും ഇത് ബിയും ആയിട്ട് വരും. ഇനി 3π/2 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ നമ്മൾ എങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം, 3π/2 എന്നുള്ള പറയുന്ന ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. ഇതാണ് 3π/2. അപ്പം ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ എ കുറഞ്ഞു വരികയാണ്, ബി ഇൻക്രീസ് ചെയ്ത്. അപ്പം അവിടെയും എന്തായിരിക്കും ഫൈനലി ഈ പോയിന്റിലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്, ഇത് യൂണിറ്റ് സർക്കിൾ ആണ്, ഇത് ടോട്ടൽ 1 ആണ് യൂണിറ്റ് സർക്കിൾ. അപ്പം ഇത് നെഗറ്റീവ് x 0 - 1 ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ബി എ എന്തായിരിക്കും 0 ആയിരിക്കും. എയുടെ കോർഡിനേറ്റ് 0 ആവുന്നു, ബിയുടെ കോർഡിനേറ്റ് എന്താവുന്നു -1 ആവുന്നു. ഓക്കെ, അപ്പൊ cos 3π/2 എന്താക്കി എടുക്കാം, നമുക്ക് 0 ആയിട്ട് എടുക്കാം. കാരണം എ when x tends to 3π/2 a tends to 0 b tends to -1. ഈ ഒരു കണ്ടീഷനിലാണ് നമുക്ക് ഈ cos 3π/2 0 ആണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ sin 3π/2 എന്താണ്, സൈനിന്റെ വാല്യൂ എന്താണ് ബിക്ക് ഈക്വൽ ആണ്. ബി എന്താവുകയാണ്, ബി കൂടി ഇവിടെ എത്തുമ്പോൾ -1 ആവുകയാണ്. ഓക്കെ, അപ്പൊ sin 3π/2 -1 ആയി നമുക്ക് വരും. അതേപോലെ തന്നെ tan 3π/2 എന്താണ് -1 divided by 0. This is not defined ആണ്. ഓക്കെ, tan 3π/2 not defined ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2π എന്നുള്ള ആംഗിൾ ആണ്. 2π എന്ന് പറയുമ്പോൾ സർക്കിൾ ഫുള്ള് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തുകയാണ്. അപ്പം ഇത് ഇനീഷ്യൽ പൊസിഷനിലേക്ക് തന്നെ എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ 2πയിലുള്ള എല്ലാ ആംഗിൾസും 0യിലുള്ള അതേ ആംഗിൾസിന് കറസ്പോണ്ട്. കാരണം 0യിലുള്ള അതേ പോയിന്റിലേക്ക് എത്തുകയാണ് 2πയിലും ഒരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ sin 0യുടെ വാല്യൂ sin 2πയും എന്തായിരിക്കും 0 ആയിരിക്കും. sin 0 ആയതുകൊണ്ട്, കാരണം സെയിം പോയിന്റിലേക്കാണ് നമ്മൾ എത്തുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ വാല്യൂസിൽ ചേഞ്ച് ഉണ്ടാവില്ല.
സിമിലർലി cos 0 1 ആയതുകൊണ്ട് cos 2π എന്തായിരിക്കും 0 ആയിരിക്കും. tan 0 1 ആയതുകൊണ്ട് 0 ആയതുകൊണ്ട് tan 2π എന്തായിരിക്കും 0 ആയിരിക്കും. ഓക്കെ, cos 2π 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് 2π യിലുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പം ക്വാഡ്രന്റ് ആംഗിൾസിലുള്ള റേഷ്യോസും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ടേബിൾസിലേക്ക് ഫോം ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ അപ്പൊ നിങ്ങൾ ഇതേപോലെയൊക്കെ കൺവേർട്ട് ചെയ്ത് നമുക്ക് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കൊസീക് എക്സ്, സീക് എക്സ്, കോട്ട് എക്സ്, ഇങ്ങനെ ഇത് റോ വൈസും ഇവിടെ നമ്മൾ 0 ഡിഗ്രി, 0 റേഡിയൻ, പൈ ബൈ 6, പൈ ബൈ 4, പൈ ബൈ 3, പൈ ബൈ 2, പൈ 3π ബൈ 2, 2π. അപ്പം ഇത്രയും റേഡിയൻസിലുള്ള ഈ സൈനിന്റെയും കോസിന്റെ ഒക്കെ വാല്യൂ നിങ്ങൾക്ക് ഒരു ടേബിളിൽ എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇങ്ങനെ ടേബിൾ ഫോം ചെയ്തിട്ട് ഓരോ സൈനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈൻ 0, സൈൻ π ബൈ 6, സൈൻ π ബൈ 4, അപ്പം ഈ ടേബിളിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അപ്പം ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാത്തിന്റെയും നിങ്ങൾ സ്വയം തന്നെ കണ്ടുപിടിക്കണം, എന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിൽ നിൽക്കൂ. അതുകൊണ്ടാണ് ഞാനിവിടെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്താത്തത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ വെച്ച് അത് പഠിക്കണം. ഓക്കെ, അപ്പം ഇത്രയും ആംഗിൾസ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആയിട്ട് ബിറ്റ്വീൻ 0 to 2π ആയിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആംഗിൾസ് ആണ്. ഈ ആംഗിൾസ് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള വലിയ വലിയ ആംഗിൾസ് ഒക്കെ ഈ ആംഗിൾസ് ഇല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാനാവില്ല. ഈ ആംഗിൾസിന്റെ റേഷ്യോ, ഇത്രയും റേഷ്യോസ്, 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് എല്ലാത്തിന്റെയും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഇനി നമ്മൾ ഈ 2π വരെയുള്ള ആംഗിൾസ് കവർ ചെയ്തിരുന്നു, സ്റ്റാൻഡേർഡ് ആംഗിൾസ് കഴിഞ്ഞു. ഇനി നമ്മളൊരു 2πക്ക് മുകളിലേക്കുള്ള ആംഗിൾസ് വരുമ്പോൾ, നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചത് ആംഗിൾ 2π വരെ മെഷർ ചെയ്യുന്നതാണ്, അതായത് 360 വരെ മെഷർ ചെയ്യുന്നതാണ്. പക്ഷെ ആംഗിൾ അതിലും കൂടുതലും ഉണ്ടാവും, മോർ ദാൻ 2π ഒക്കെ വരും. അപ്പൊ അതൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആംഗിൾ 2π എത്രയും കൂടാം എന്ന് പറഞ്ഞാൽ അതങ്ങനെ കൂടി ഓരോ റെവല്യൂഷൻ കഴിയുന്നതോറും 2π റേഡിയൻ ആഡ് ചെയ്തിട്ട് പോകും. എക്സാമ്പിള് നമ്മളൊരു ഫുൾ റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര ആംഗിൾ കവർ ചെയ്യും? 2π. വീണ്ടും ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രയായി? വീണ്ടും ഒരു 2π. അങ്ങനെ കൂടി വീണ്ടും ഒരു 2π. അപ്പം ഇപ്പൊ ടോട്ടൽ എത്രയായി? 6π റേഡിയൻ 3 റെവല്യൂഷൻ കൊണ്ട് കവർ ചെയ്യും. അങ്ങനെ ഏതൊരു ആംഗിളിലേക്കും ഇത് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആംഗിൾ. അപ്പം ഈ വാല്യൂസിലൊക്കെ എങ്ങനെ നമുക്ക്, അതായത് വലിയ ഒരു ആംഗിൾ, ഇപ്പോൾ സൈൻ 2000 ഓർ സൈൻ 20π എത്രയാണ്, അതേപോലെ തന്നെ 20π/3 എത്രയാണ്, ഇങ്ങനത്തെ ഒക്കെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഈ ആംഗിൾ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. അതൊക്കെ നെക്സ്റ്റ് പാർട്ടിലാണ് പറയുക. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ആംഗിൾ ഓർമ്മിക്കുക, ആംഗിൾ 2π റേഡിയൻ മാത്രമല്ല, അതിലും കൂടാം. ഓക്കെ, എത്ര വേണമെങ്കിലും കൂടാം. റെവല്യൂഷൻ എത്രയാണെന്നനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൂടും. ഓക്കെ, ഇനി വേറെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഓക്കെ
ഇതാണ് എക്സ് റേഡിയനുള്ള കറസ്പോണ്ടിങ് റൈറ്റ് ആംഗിളും അതിന്റെ കോർഡിനേറ്റ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് എക്സ് റേഡിയൻ നിന്ന് ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ കഴിയുമ്പോൾ, അതായത് 2π റേഡിയൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്താണ്, വീണ്ടും എക്സ് റേഡിയൻ എന്നുള്ള പൊസിഷനിൽ തന്നെ എത്തുന്നു. അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് എ എയും ബിയും മാറുന്നില്ല. അതായത് നമുക്കറിയാം cos x എന്താണ്, ഇതിൽ നിന്ന് എ ആണ്, sin x എന്താണ്, ബിയുമാണ്. അപ്പം എക്സ് റേഡിയൻ നിന്ന് 2π റേഡിയൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും സെയിം പൊസിഷനിൽ എത്തുമ്പോൾ ഈ എയും ബിയും മാറുന്നില്ല എന്ന് പറഞ്ഞാൽ ആംഗിൾസിന്റെ റേഷ്യോയും മാറില്ല. അതായത് സൈൻ എക്സ് ബി ആണെങ്കിൽ സൈൻ എക്സ് പ്ലസ് 2π എന്താണ്, ബി ആണ്. എന്തുകൊണ്ടാണ്, റൊട്ടേറ്റ് ചെയ്തിട്ട് സെയിം പൊസിഷനിൽ എത്തുമ്പോൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് സൈനോ ഒന്നും മാറുന്നില്ല, വാല്യൂസും സെയിം പോയിന്റിലാണ് എത്തുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കോസ് ഓഫ് എക്സ് പ്ലസ് 2π എന്താണ്, എ ആണ്. അപ്പൊ 2π റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി 2π അല്ലാതെ വീണ്ടും ഒരു 2π റെവല്യൂഷൻ കൂടി, അതായത് ടോട്ടൽ 4π റെവല്യൂഷൻ കംപ്ലീറ്റ് ആയി. അപ്പോഴും എന്ത് മാറുന്നില്ല, സൈൻ എക്സിന്റെയും കോസ് എക്സിന്റെയും വാല്യൂ മാറുന്നില്ല എന്ന് പറഞ്ഞാൽ മാറുന്നില്ല. അപ്പം സൈൻ ഓഫ് എക്സ് പ്ലസ് 4π എന്താണ്, സൈൻ എക്സ് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ 4π പ്ലസ് എക്സ് എന്ന് എഴുതാം, സൈൻ എക്സ് ആണ്. അതേപോലെ തന്നെ കോസ് ഓഫ് 4π പ്ലസ് എക്സ് എന്താണ്, കോസ് എക്സ് ആണ്. കാരണം 2πയുടെ ഏത് മൾട്ടിപ്പിൾ വരുമ്പോഴും സെയിം പൊസിഷനിലാണ് എത്തുന്നത്, അപ്പം മാറുന്നില്ല. ഇതിനെ ജനറൽ ആയിട്ട് നമ്മൾ എഴുതിയാൽ നമുക്ക് സൈൻ ഓഫ് 2nπ പ്ലസ് എക്സ് എന്തെന്ന് എഴുതാം, സൈൻ എക്സ് എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്, ഇവിടെ n-ന് n ബിലോങ്സ് ടു ഇന്റിജർ ആണ്. അതായത് n-ന് നെഗറ്റീവ് ഇന്റിജർ വാല്യൂ കൊടുക്കാം, പോസിറ്റീവ് ഇന്റിജർ കൊടുക്കാം, 0 കൊടുക്കാം. ഏത് വാല്യൂസിനും ഈ റിലേഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സൈൻ ഓഫ് 2nπ പ്ലസ് എക്സ് എന്തായിരിക്കും, സൈൻ എക്സ് ആയിരിക്കും. ഇവിടെ n-ന് 0 കൊടുക്കുമ്പോൾ എന്താവും, സൈൻ എക്സ് ഈക്വൽ ടു സൈൻ. n-ന് 1 കൊടുക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന 2π പ്ലസ് എക്സ് ആവും. n-ന് 2 കൊടുക്കുമ്പോൾ 4π പ്ലസ് എക്സ് ആവും സൈൻ. അങ്ങനെ മാറി മാറി വരും. അതേപോലെ തന്നെ കോസ് ഓഫ് 2nπ പ്ലസ് എക്സും എന്താണ്, കോസ് എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ ഓക്കെ അപ്പം ഇവിടെ പ്ലസ് ഓർ മൈനസ് ആയിട്ട് നമുക്ക് എടുക്കാം, അതൊന്നും വിഷയമല്ല. ഇവിടെ പ്ലസും എടുക്കാം മൈനസും എടുക്കാം. പക്ഷെ മൈനസ് എടുക്കുമ്പോൾ ഇവിടെ ക്വാഡ്രന്റ് പ്രശ്നമാവും, അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇപ്പം പോസിറ്റീവ് ഡയറക്ഷനിൽ, അതായത് ആംഗിൾ പോസിറ്റീവ് ആയിട്ടുള്ള കേസിലാണ് സൈൻ 2nπ പ്ലസ് എക്സ് എന്താവുന്നത്, സൈൻ എക്സ് ആവുന്നത്. കോസ് 2nπ പ്ലസ് എക്സ് എന്താണ്, കോസ് എക്സ് ആയിട്ടും എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ആംഗിൾ ഡിഫൈൻ ചെയ്യാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം സൈൻ π/2 എത്രയാണ്, നേരത്തെ കണ്ടുപിടിച്ചത് 1 ആണ്. കോസ് π/2 എന്താണ്, 0 ആണ്. ഓക്കെ, കോസ് π/2 0 ആണ്. അതേപോലെ തന്നെ കോസ് 3π/2 എന്താണ്, 0 ആണ്. ഇനി ഇതേപോലെ തന്നെ കോസ് 5π/2 0 ആണ്. എന്തുകൊണ്ടാ, നോക്കിക്കേ, കോസ് π/2 എന്ന് പറഞ്ഞാൽ π/2 ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ എന്താണ്, a 0 ആയതുകൊണ്ട് cos x ഈക്വൽ ടു 0. അപ്പം cos x 0 ആയി, cos π/2 0 ആയി. ഇനി 3π/2 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്തുമ്പോഴും a 0 ആണ്. ഓക്കെ, a 0 ആകുമ്പോൾ കോസിന്റെ വാല്യൂ 0 ആണ്. 5π/2 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പിന്നെയും ഒരു പൈ റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തും. അപ്പം സെയിം പോയിന്റിലാണ് എത്തുന്നത്. ഓരോ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5/2, അതായത് ഇത് 1π/2 ആണ്, ഇത് 3π/2 ആണ്, ഇത് 5π/2 ആണ്. അപ്പോഴൊക്കെ എന്താണ്, cos x ഈക്വൽ ടു a എന്ന് പറയുന്ന വാല്യൂ 0 ആകുന്നുണ്ട്. അതായത് ഈ ലൈനിന്റെ മുകളിലുള്ള എല്ലാ a വാല്യൂസും എന്താണ്, 0 ആണ്. അപ്പം ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് എത്തുമ്പോഴുള്ള ആംഗിൾസ് ആണ് ഇതൊക്കെ.
കോസിന്റെ. അപ്പം ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് പറയാം, cos of 2n+1 into pi/2 equal to 0 ആയിരിക്കും, where n belongs to integer. അതായത് n ന് 0 കൊടുക്കാം, 0 കൊടുക്കുമ്പോൾ എന്താകും cos pi/2 0 ആണ്. n ന് 1 കൊടുക്കുമ്പോൾ എന്താകും cos 3pi/2 0 ആണ്. n ന് 2 കൊടുക്കുമ്പോൾ എന്താകും cos 5pi/2 0 ആയിരിക്കും. ഇങ്ങനെയാണ് cos 2n plus pi/2 equal to 0 എന്നുള്ള ഫോർമുല വരുന്നത്. ഓക്കെ. അതേപോലെ തന്നെ സൈനിന്റെ എവിടെയാണ് 0 വന്നത്, സൈൻ 0 0 ആണ്. കാരണം ഇവിടെയാണ് എന്ത് b0 ആവുന്നത്. b0 ആവുന്നത് എവിടെയാണ്, ഇവിടെയാണ്. അതേപോലെ തന്നെ പൈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിന്നെയും ബൈ 0 ആവുന്നു. അപ്പം സൈൻ 0 0 ആണ്, സൈൻ പൈ എന്താണ് 0 ആണ്. ഓക്കെ. അതേപോലെ തന്നെ 0 ഒന്ന് 2π റൊട്ടേറ്റ് ചെയ്താൽ സൈൻ 2πയും 0 ആണ്. ഓക്കെ. അതേപോലെ തന്നെ സൈൻ വീണ്ടും 3πയും 0 ആയിരിക്കും. ഈ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതായത് 1π 2π 1π 2π 3π. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എന്ത് എഴുതാം, സൈൻ nπ 0 ആയിട്ട് എഴുതാം. അതായത് n ന് ഏത് വാല്യൂ ഇവിടെ കൊടുത്താലും സൈൻ nπ 0 ആയിരിക്കും. n ബിലോങ്സ് ടു ഇന്റിജർ ആണ്. ഇപ്പം സൈൻ 6π എന്താണ്, ഈ റിലേഷൻ വെച്ചിട്ട് 0 ആണ്. അതേപോലെ തന്നെ സൈൻ 10π 0 ആണ്. അപ്പം ഇങ്ങനെയാണ് ഈ റിലേഷൻ വരുന്നത്. ഓക്കെ. ഇത് രണ്ട് ആംഗിൾ തമ്മിലുള്ള അഡിഷന്റെ പ്രോപ്പർട്ടിയാണ്. അതായത് 2nπ plus x എന്നുള്ള ഫോമിൽ വരുമ്പോൾ സൈൻ 2nπ plus x sin x ആയിരിക്കും, cos 2nπ plus x cos x ആയിരിക്കും. ഓക്കെ. അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് എനിക്കൊരു cos 7π/3 cos 7π/3 എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എന്ത് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്, കാരണം ഇതിന്റെ സ്റ്റാൻഡേർഡ് ആംഗിൾസ് ആയിട്ട് നമ്മൾ റേഷ്യോ പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഇതിനെ നമുക്ക് 2ന്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റണം. അതായത് ഇതിനെ നമുക്ക് വേണമെങ്കിൽ cos of 2π plus pi/3 എന്ന് എഴുതാം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അപ്പം ഈ ഫോമിലേക്കായി cos of 2nπ plus x എന്നുള്ള ഫോമിലായി. ഓക്കെ. അപ്പം ഇവിടെ n എന്താണ്, 2nπ എന്നുള്ള n എന്താണ്, ഇവിടെ 1 ആണ്. ഓക്കെ. അതേപോലെ തന്നെ x ന് പകരം എന്താണ്, cos x ന് പകരം pi/3 ആണ്. അപ്പം ഈ ഒരു ഫോമിലാവുമ്പോൾ എന്താണ്, ഈ ആംഗിൾ എവിടെയാണ് വരുന്നത്, ക്വാഡ്രന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് എന്താണ് cos of 2π റൊട്ടേറ്റ് ചെയ്തു. അതായത് ഇത്രയും എത്തി 2π വന്നു. വീണ്ടും ഒരു pi/3 റൊട്ടേറ്റ് ചെയ്യണം. അപ്പം സംവർ ഹിയർ, അതായത് ഒരു 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യാം. അതായത് pi/3 റൊട്ടേറ്റ് ചെയ്തു. ഓക്കെ. അപ്പം ഈ വാല്യൂസ് എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിൾ പഠിച്ച sin pi/3ക്കും cos pi/3ക്കും ഈക്വൽ ആണ്. കാരണം തിരിച്ച് ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട് സെയിം പോയിന്റിൽ. അപ്പം ഇതിനെ നമുക്ക് എന്തായിട്ട് സിംപ്ലിഫൈ ചെയ്യാം, cos pi/3ക്ക് ഈക്വൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്രയാണ്, cos 60ക്ക് ഈക്വൽ ആയിരിക്കും. cos 60യുടെ വാല്യൂ എത്രയാണ്, cos 60 ഈക്വൽ ടു 1/2. അപ്പം ഈ ഒരു ഫോം വെച്ചിട്ട് നമുക്ക് ഈ ആംഗിൾ, അതായത് ഇത് സ്റ്റാൻഡേർഡ് ആംഗിൾ അല്ല, ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഫോർമുല വെച്ച് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഇതാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ. സിമിലർലി ഇപ്പോൾ വേറെ ഒരു ആംഗിൾ, ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നു സീക്ക് അല്ലെങ്കിൽ കൊസീക്ക് 1410. ഓക്കെ. കൊസീക്ക് 1410 എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു.
അപ്പൊ നമുക്ക് ഈ ഫോർമുലാസിന്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ആംഗിൾസിനെ 2π മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതാം, പ്ലസ് സം എക്സ്ട്രാ ആംഗിൾസ്. അതായത് ഈ എക്സ്ട്രാ ആംഗിൾ എഴുതുന്നത് ഇപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ആംഗിൾസിന്റെ അഡീഷൻ ആയിട്ട് എഴുതണം. അപ്പോഴാണ് ഈ ഫോർമുലയെ ഈസി ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ആദ്യമായിട്ട് 1410 നമ്മൾ എത്ര 2π മൾട്ടിപ്പിൾ എടുക്കണം? 1410 ഇപ്പൊ 2π എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 360 ആണ്. 360 into 4 എടുക്കുമ്പോൾ എത്രയാണ് വരുന്നത്? 360 into 4 വരുമ്പോൾ 1440 ആണ് വരുന്നത്. ഓക്കെ, 1440 എന്ന് പറഞ്ഞാൽ ഇത് എത്രയാണ്? 360 എന്ന് പറഞ്ഞാൽ അതായത് 8π എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് 4 റവല്യൂഷൻ, അതായത് 4 റവല്യൂഷൻ കഴിയുമ്പോഴാണ് 1440 എത്തുന്നത്. ഓക്കെ, 4 റവല്യൂഷൻ കഴിയുമ്പോൾ 1440. നമ്മളെ ആംഗിൾ എത്രയാണ്? 1410 ആണ്. ഓക്കെ, അപ്പം 1410 ആകുമ്പോൾ 3 റവല്യൂഷൻ 1 2 3 3 റവല്യൂഷനും നാലാമത്തെ റവല്യൂഷനിൽ 360ക്ക് എത്ര കുറവാണ്? 30 ഡിഗ്രി കുറവായിട്ട് ഇവിടെയാണ് ആംഗിൾ വരുന്നത്. അപ്പം ഇതിനെ നമുക്ക് കൊസീക്ക് 8π മൈനസ് എത്രയാണ് കുറവ്? 30 ആണ് കുറവ്. അപ്പം 30ന്റെ എത്രയാണ്? π/6 എന്ന് എഴുതാം. π/6 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഈ വാല്യൂ ആണ്. അപ്പം ഇതുമായിട്ട് ഒരു റിലേഷനും ഇല്ല. അപ്പം എങ്ങനെ കണ്ടുപിടിക്കും? കാരണം ഇവിടെ പ്ലസിന്റെ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, ഇതിവിടെ മൈനസ് വന്നു. അപ്പം ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് നമുക്കറിയാം, 4th ക്വാഡ്രന്റ് ആണെന്ന് അറിയാം. ഓക്കെ, 4th ക്വാഡ്രന്റില് ഇത് നമുക്ക് എന്തിന് ഈക്വൽ ആണെന്ന് അറിയാം? 1/sin of 8π minus π/6 ഈക്വൽ ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1/sin ആണല്ലോ, സെയിം ആംഗിൾ ആണല്ലോ, ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം ഇവിടെ ഞങ്ങൾക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. നെഗറ്റീവ് വരുമ്പോൾ നമുക്ക് ഇത് സൈൻ എക്സ് തന്നെ എടുക്കാം. അതായത് സൈൻ π/6 തന്നെ ആയിരിക്കും ഇതിന്റെ വാല്യൂ. ഓക്കെ, പക്ഷേ ഇതിന്റെ സൈന് ഇവിടെ ഡിഫറെന്റ് ആയിരിക്കും. കാരണം നേരത്തെ നമ്മൾ പോസിറ്റീവ് എക്സ് ആണ് എടുത്തത്. അതായത് എക്സ് എവിടെയായിരുന്നു? പോസിറ്റീവ്, അതായത് എയും ബിയും പോസിറ്റീവ് ആയ ക്വാഡ്രന്റിലായിരുന്നു എക്സ് എടുത്തിരുന്നത്. ഇപ്പോൾ എവിടെയായിരുന്നു എക്സ് വരുന്നത്? എ എന്താണ്? പോസിറ്റീവ് ആണ്, പക്ഷെ ബി നെഗറ്റീവ് ആണ്. ഓക്കെ, ബി നെഗറ്റീവ് ആകുമ്പോൾ സൈൻ എക്സിന്റെ വാല്യൂ എന്താണ്? നെഗറ്റീവ് ആവുന്നുണ്ട്. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു സൈൻ π/6 ആണ്. പക്ഷെങ്കിൽ മൈനസ് നമ്മൾ ഇടണം. എന്തുകൊണ്ടാണ്? നമ്മൾ നിൽക്കുന്ന ക്വാഡ്രന്റ് എവിടെയാണ്? 4th ക്വാഡ്രന്റിലാണ്. അവിടെ സൈൻ എക്സ് നെഗറ്റീവ് ആവും. അത് ഞാൻ പറയും ഡിഫറെന്റ് ക്വാഡ്രന്റിൽ ഏതൊക്കെ ആംഗിൾ സൈന് കോസ് എന്തൊക്കെയാണ് അതിന്റെ സൈൻസ് എന്നുള്ളത് ഞാനിപ്പം പറയും. അപ്പം ഇത് മൈനസ് സൈൻ π/6 ആയിരിക്കും ഇതിന്റെ ആൻസർ. 1/sin π/6 എന്ന് പറഞ്ഞാൽ സൈൻ 30. സൈൻ 30 നമുക്കൊക്കെ അറിയാം എത്രയാണ്? 1/2 ആണ്. അപ്പം -1/2. സോ ആൻസർ ഈസ് -2. ഓക്കെ, അപ്പം കൊസീക്ക് 1410 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ആണ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ആംഗിൾസിന്റെ സൈനിന്റെ കോസിന്റെ ഒക്കെ സൈൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാം. അതിന് സൈൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. Okay, next is sines of trigonometric functions. Okay, അപ്പം ഈ ഒരു ക്വാഡ്രന്റ് വെച്ചിട്ട് നമുക്ക് സൈൻ പറയാം. ഓക്കെ, അപ്പം ജനറലി നമ്മൾ ഏത് ക്വാഡ്രന്റിൽ എടുത്താലും
എന്താണ് നമുക്കറിയാം, സൈൻ എക്സ് ഈക്വൽ ടു എയും കോസ് എക്സ് അല്ല സൈൻ എക്സ് ഈക്വൽ ടു ബിയും കോസ് എക്സ് ഈക്വൽ ടു എയുമാണെന്നറിയാം. അപ്പം ക്വാഡ്രന്റ് മാറുന്നതിനനുസരിച്ച് എയുടെയും ബിയുടെയും സൈന് മാറുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് എന്തായിരിക്കും കോസ് എക്സിന്റെയും സൈൻ എക്സിന്റെയും വാല്യൂ മാറും. അപ്പം ഇനി ടാൻ എക്സ് ഈക്വൽ ടു എന്താണ്, ടാൻ എക്സ് ഈക്വൽ ടു എ ബൈ ബി ആണ്, അതായത് അല്ല ബി ബൈ എയുമാണ്. അപ്പം ഈ മൂന്ന് വാല്യൂ ഓരോ ക്വാഡ്രന്റിന്റെ അനുസരിച്ചും എയുടെയും ബിയുടെയും സൈൻ മാറുന്നതനുസരിച്ച് ഇതിന്റെ സൈൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ആദ്യമായിട്ട് നമുക്ക് 4 ക്വാഡ്രന്റ്സുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സൈൻ എക്സിന്റെ സൈന്, കോസ് എക്സിന്റെ സൈന്, ടാൻ എക്സിന്റെ സൈന്, കൊസീക് എക്സിന്റെ സൈന്, സീക് എക്സിന്റെ സൈന്, കോട്ട് എക്സിന്റെ സൈന്. ഇത്രയും ഫങ്ഷൻസിന്റെ സൈനാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സൈൻ എക്സ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആകുമ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം എക്സ്. അപ്പം എയും പോസിറ്റീവ് ആണ്, ബിയും പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ എക്സ് എന്താണ്, ബി ആണ്, ബി പോസിറ്റീവ് ആണ്. അപ്പൊ സൈൻ എക്സ് എന്താണ്, പോസിറ്റീവ്. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് നോക്കുമ്പോൾ ബി എന്താണ്, പോസിറ്റീവ് ആണ്. അപ്പം ബി പോസിറ്റീവ് ആകുമ്പോൾ എന്താവണം, സൈൻ എക്സ് പോസിറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ പോകുമ്പോൾ ബി എന്താണ്, നെഗറ്റീവ് ആണ്. അപ്പം ബി നെഗറ്റീവ്. ഫോർത്തിലും എന്താണ്, ബി നെഗറ്റീവ് ആണ്. അപ്പം നെഗറ്റീവ്. കോസ് എക്സ് എന്താണ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എന്താണ്, കോസ് എക്സ് ഈക്വൽ ടു എ ആണ്. എ പോസിറ്റീവ് ആയതുകൊണ്ട് കോസ് എക്സ് പോസിറ്റീവ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ക്വാഡ്രന്റിൽ എ നെഗറ്റീവ് ആണ്. അപ്പം എ നെഗറ്റീവ് ആകുമ്പോൾ കോസ് എക്സ് നെഗറ്റീവ് ആവും. തേർഡ് ക്വാഡ്രന്റിൽ എ നെഗറ്റീവ് ആണ്, അവിടെയും കോസ് എക്സ് നെഗറ്റീവ് ആവും. ഫോർത്തിൽ എ പോസിറ്റീവ് ആണ്, കാരണം കോസ് എക്സിന്റെ വാല്യൂ എ ആണ്. ഏത് ക്വാഡ്രന്റിൽ എടുത്താലും കോസ് എക്സ് എ ആണ് എടുക്കുക. ഇങ്ങനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്യല്ലോ എല്ലാ ക്വാഡ്രന്റിലും. ഓക്കെ, അപ്പൊ എ എന്നുള്ള മാറില്ല, അതിന്റെ സൈന് മാത്രമേ മാറൂ. അപ്പം ഇവിടെ പോസിറ്റീവ് ആണ്. ഇനി സൈൻ എക്സും കോസ് എക്സും പോസിറ്റീവ് ആയതുകൊണ്ട് ടാൻ എക്സ് എന്തായിരിക്കും, കാരണം ഇതിന്റെ ഡിവിഷൻ ആണല്ലോ ടാൻ എക്സ്. ടാൻ എക്സ് ഈക്വൽ ടു ബി ബൈ എ ആണല്ലോ. ഇത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും, ടാൻ എക്സും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇത് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ, അതായത് സൈൻ എക്സ് ബൈ കോസ് എക്സിൽ ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. കാരണം ഇത് ഡിവിഷൻ ആണല്ലോ. ഇതിൽ ഏതെങ്കിലും രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ എന്താവും, മൈനസ് ബി ബൈ മൈനസ് എ വരും. അത് എന്താണ്, ഈ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ആൻസർ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇത് പോസിറ്റീവ് ആയിരിക്കും. ഇനി പോസിറ്റീവ് നെഗറ്റീവ്, അതായത് ഇതിന്റെ ഡിവിഷൻ എടുക്കുമ്പോൾ എന്താണ്, നെഗറ്റീവ് വരും. ഇതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒക്കെ റെസിപ്രോക്കൽസ് ആണ് ഇത്. അപ്പം ഇതിന്റെ സെയിം സൈൻ ആയിരിക്കും ഇതും. കാരണം റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/, ഇതിപ്പം +2 ആണെങ്കിൽ 1/2 അത് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഇവിടെ നെഗറ്റീവ് ആകുമ്പോൾ 1/-2 അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇതിന് ഈ ഫംഗ്ഷന് സൈൻ എക്സ് എന്നുള്ള ഫംഗ്ഷന് എല്ലാ ക്വാഡ്രന്റിലുള്ള സൈൻ ഏതാണോ അതേപോലെ തന്നെയായിരിക്കും കൊസീക് എക്സിന് ഉള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് പ്ലസ് മൈനസ് മൈനസ് എന്നതാണ്. അതേപോലെ തന്നെ സീക് എക്സിന് കോസ് എക്സിന്റെ അതേ സൈൻസ് ആയിരിക്കും, കാരണം സീക് എക്സ് കോസ് എക്സിന്റെ റെസിപ്രോക്കൽ ആണ്. അപ്പം കോസ് എക്സ് പ്ലസ് മൈനസ്, തേർഡ് ക്വാഡ്രന്റിൽ മൈനസ്, അപ്പം ഫോർത്ത് ക്വാഡ്രന്റിൽ പ്ലസ്. ഇനി ടാൻ എക്സിന് ഏതൊക്കെ സൈൻസ് ആണോ അതൊക്കെ തന്നെയായിരിക്കും കോസ് എക്സിനുള്ളത്. ഓക്കെ, അപ്പം പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ്. അപ്പം ഇങ്ങനെ നമുക്ക് 4 ക്വാഡ്രന്റുകളുടെയും ഡിഫറന്റ് ഫങ്ഷൻസിന്റെ സൈന് നമുക്ക് ഈ എയുടെയും ബിയുടെയും സൈൻസ് മാറുന്നതനുസരിച്ച് എന്ത് കണ്ടുപിടിച്ച് എഴുതാം. ഓക്കെ, ഇതിനൊരു ഷോർട്ട് കട്ട്, അതായത് നമുക്ക് റിമെമ്പർ ചെയ്യാൻ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതായത് നമ്മൾ ഈ ക്വാഡ്രന്റിൽ എ എന്ന് ഡിനോട്ട് ചെയ്യും. എ എന്ന് ഡിനോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ ഓൾ പോസിറ്റീവ്, അതായത് എ മീൻസ് ഓൾ പോസിറ്റീവ്. ഓക്കെ, എ. അതേപോലെ തന്നെ ഈ ക്വാഡ്രന്റിനെ നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റിനെ എസ് എന്ന് റെപ്രസെന്റ് ചെയ്താൽ, എസ് എന്ന് പറഞ്ഞാൽ ഓൺലി സൈൻ പോസിറ്റീവ്
ഓൾ അതർ ഫങ്ഷൻസ് നെഗറ്റീവ്. അതായത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നോക്കിയാൽ സൈനും ഏത് പോസിറ്റീവ് ആയിരിക്കും? സൈനിന്റെ റെസിപ്രോക്കൽ ആയ കൊസീക് എക്സും പോസിറ്റീവ് ആയിരിക്കും. സൈനും കൊസീക് എക്സും മാത്രമേ എവിടെ സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആവുള്ളൂ. ഈ ടേബിൾ നോക്കിയാൽ മനസ്സിലാവും സൈനും കൊസീക്കും മാത്രമേ പോസിറ്റീവ് ആവുള്ളൂ, ബാക്കി എല്ലാ വാല്യൂസും നെഗറ്റീവ് ആണ്. അതേപോലെ തന്നെ തേർഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആവുന്നത് ടാനും കോട്ടുമാണ്. അപ്പൊ നമുക്ക് ഇവിടെ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇത് ടി. അപ്പൊ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ഓൺലി ടാൻ എക്സ് കോട്ട് എക്സ് പോസിറ്റീവ്, അപ്പൊ ബാക്കിയെല്ലാം നെഗറ്റീവ്. ഓക്കെ. ഇനി ഫോർത്ത് ക്വാഡ്രന്റില് കോസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ സീക് എക്സും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിൽ നമുക്ക് ഓൺലി കോസ് എക്സ് സീക് എക്സ് എന്താണ്? പോസിറ്റീവ് ആണ്, ബാക്കിയെല്ലാം എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇതിനെ നമുക്ക് ക്വാഡ്രന്റ് വൈസ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മാഷ് എ എസ് ടി സി എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രന്റിൽ ഓൺലി സൈൻ ആൻഡ് കൊസീക് എക്സ് പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും അതിന്റെ റെസിപ്രോക്കലും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഇങ്ങനെ ഈസി ആയിട്ട് ഈ എ എസ് ടി എസ് സി എന്ന് പറയുന്ന ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ എന്ത് ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ സൈൻസ് നമുക്ക് ഓർമ്മിക്കാം. സൈൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നെ സൈന് മാറുന്നത് കൊണ്ട് എന്താണ്? ക്വാഡ്രന്റ് മാറുന്നത് കൊണ്ട് അതിന്റെ ആൻസറിൽ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും. അപ്പൊ അതെന്താ? അപ്പൊ ഇത്രയാണ് സയൻസിന്റെ കാര്യങ്ങൾ. ഇനി പിന്നെ ഇപ്പം ഞാൻ ബാക്കിയുള്ള ഇതിന്റെ കുറച്ച് കണ്ടിന്യൂഷൻ ഉണ്ട്, അത് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ഇടും. ഓക്കെ. അതായത് ഞാനിപ്പം പോസിറ്റീവ് ആംഗിൾസ് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് നെഗറ്റീവിലേക്കും ആംഗിൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ റൊട്ടേഷൻ എടുത്തിരിക്കുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ മാത്രമാണ്, അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? നെഗറ്റീവ് ആംഗിൾ ആണ് ഉണ്ടാകുന്നത്. അതായത് ഈ എക്സ് നേരെ ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് എക്സ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. ആ മൈനസ് എക്സ് ആവുമ്പോൾ ഈ സൈനും കോസ് എക്സ് എങ്ങനെ മാറും? അതായത് സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ്? കോസ് ഓഫ് മൈനസ് എക്സ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറയും. ഓക്കെ. അപ്പം എല്ലാവരും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ ആഡ് ചെയ്യണം. കാരണം നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകളാണ് നമ്മളെ മുന്നോട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ ഇടാൻ നമുക്ക് പ്രചോദനമാകുന്നത്. അപ്പം എല്ലാവരും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ കേസ് മാക്സിമം ഞാൻ എല്ലാം ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അവിടെ ഇത് നിങ്ങളുടെ സിലബസ് അതുപോലെ തന്നെയാണ് പോകുന്നത്, സിലബസ് ഓറിയന്റഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഈച്ച് ആൻഡ് എവറി പോർഷൻ ഐ ആം കവറിങ്. ഓക്കെ. സോ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ യുവർ ബോർഡ് എക്സാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ കുറച്ചും കൂടെ പ്രോബ്ലംസ് തന്നെ ചെയ്യും. അതിനു മുമ്പ് ഈ കൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലംസിലേക്ക് കടക്കാൻ പറ്റൂ. അപ്പോൾ ഇവിടെ രണ്ട് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ആംഗിൾസിന്റെ പ്രോബ്ലംസ് നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ചെയ്യും. ഓക്കെ. അപ്പം ശരിക്കുമുള്ള ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്താണെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയും. ഓക്കെ. എങ്ങനെയാണ് ഈ റിലേഷൻസ് ഒക്കെ, അതായത് സൈൻ എക്സ് കോസ് എക്സ് ടാൻ എക്സ് ഒക്കെ എങ്ങനെയാണ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുന്നത്, അത് ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും +1 ടോപ്പിക്കിൽ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻസിൽ. അപ്പൊ അതിന് രണ്ട് സ്പെഷ്യൽ കണ്ടീഷൻ ഒക്കെ ഉണ്ട് ഇത് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാനുള്ളത്. അപ്പം എല്ലാ റിലേഷനെയും നമുക്ക് ഫംഗ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റില്ല, ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം എവിടെയൊക്കെയാണ് ഫംഗ്ഷൻസ് എടുക്കുന്നത്, അതിന്റെ ഡൊമൈൻ റേഞ്ച് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയും. ഓക്കെ. അപ്പം okay, thank you for watching at a concept maths tutorial. Okay.